സിനിമയിൽ പാട്ടില്ല, അഭിനയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനൊരു പാട്ടുകാരി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പാടിക്കാതെ വിടാൻ പറ്റത്തില്ലല്ലോ. ആയുധപാട് കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ പാട്ട് തന്നെ ആയിക്കോട്ടെ. ഏതാ? കല്യാണ പ്രായത്തിൽ. അത് അദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹം പാടുമല്ലോ. അത് സിനിമയിലെ പാട്ട്. അതെ. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കന്നം പൂവുണ്ടോ, കൂടെ വന്നേ പോ ആൺകിളി, ചൂടു തന്നേ പോ. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കന്നം പൂവുണ്ടോ, ചൂടു തന്നേ പോ ആൺകിളി, ചൂടു തന്നേ പോ. ഇനി മാഷ്. കല്യാണ പ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതി പത്രിലേഖം ഒന്ന് തിന്നേ പോ ആൺകിളി. ഇനി വേറെ വേർഷൻ ഇറക്കുമായിരിക്കും മിക്കവാറും. അതെല്ലാരും ഓഡിയൻസ് മുഴുവൻ അത് ആ ഇത് കൊണ്ട് വൈപ്പും ആ നോട്ടവും ആ പാട്ടും എല്ലാം കൂടെ ആയപ്പോൾ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം പാടിയിട്ടില്ല, തിന്നോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അതെ അതെ അല്ലേ. അല്ല, അതിലെന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന ആളെ മുഖത്ത് നമ്മൾ നോക്കുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ പറയുന്ന സമയത്ത് അങ്ങനെ ശരിക്കും പറഞ്ഞ കൊടുക്കൽ വാങ്ങലാണ് പ്രധാനപ്പെട്ട അല്ലേ. അദ്ദേഹം ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പറയാൻ തോന്നും. അദ്ദേഹം ഒന്നുമില്ല, പ്രതികരിക്കുന്നൊന്നുമില്ല, നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അത് പട്ടെ, അടുത്ത പട്ട ഒരു ചെറിയ പട്ടൂടെ നമ്മളെ പഴയ നാട് പട്ട ഏതെങ്കിലും സെറ്റിപ്പാടി. നിങ്ങൾ ഏതെങ്കിലും നാടകം ഏതെങ്കിലും ഞാൻ ഇതിന് അക്കമ്പനിയാ. അതെ, ചാനൂര് നമുക്ക് എപ്പോഴും ഞാൻ എപ്പോഴും പാട്ട് പാടാറുണ്ട്. സിനിമ പാട്ടാ പറയുന്നത്? അല്ല, എന്താണെങ്കിലും കുഴപ്പമില്ല, നാടക ഗാനം പാട്ടായിരുന്നാ മതി. വലികുടീരങ്ങളേ വലികുടീരങ്ങളേ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളേ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. അതൊന്നും കൂടി പാടുവാ, ഈ സ്കെയിലിൽ ഒന്നുകൂടി പഠിക്കോ. 1 2 3 4. ബലികുടീരങ്ങളേ ബലികുടീരങ്ങളേ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളേ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ.